എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് അടുത്ത കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാം. ഇത് വെച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഇത് എക്സ് വൈ എന്നത് എന്താ, ഒരു കോഡാണ് അല്ലേ? ഈ ഒരു സർക്കിളിൻ്റെ ഒരു കോഡ്, ഒരു ഞാണാണ് എക്സ് വൈ എന്നൊരു ഞാൻ. എക്സ് വൈ എന്ന ഞാണിലെ ഒരു ബിന്ദുവാണ് എന്ത്, പി എന്ന ഈ ബിന്ദു. മനസ്സിലായല്ലോ? ഈ ബിന്ദു ഈ ഞാണിനെ പി എക്സ് പി വൈ എന്നീ രണ്ട് ഭാഗങ്ങളാക്കുന്നു. ഇതുവരെ എല്ലാം മനസ്സിലായല്ലോ? എക്സ് വൈ എന്നൊരു ഞാൻ, അതിലൊരു ബിന്ദു പി, ഈ പി എന്ന ബിന്ദു പി എക്സ് പി വൈ ആക്കി രണ്ട് ഇതാക്കി മാറ്റണം. ഇനി എന്താണ് ഡി? കേന്ദ്രത്തിൽ നിന്ന് ഈ പി എന്ന ബിന്ദുവിലേക്കുള്ള നീളമാണ് ഡി. വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പി എന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡി എന്ന് പറയണത്. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, വൃത്തത്തിൻ്റെ ആരം, റേഡിയസ് ഓഫ് ദ സർക്കിൾ. മനസ്സിലായോ? എക്സ് വൈ കോഡ് അഥവാ ഞാൻ, പി എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് അഥവാ ബിന്ദു, എന്തിൽ, ഞാണിലൊരു ബിന്ദു. ഈ ബിന്ദുവിലേക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഡി, അതായത് സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് പി എന്ന പോയിൻറ്റിലേക്കുള്ള ലെങ്ത്താണ് ഡി. റേഡിയസ് എന്താണ്, ആറാണ്. ഈ പി എക്സ് വൈനെ പി എക്സും പി വൈയും ആക്കി ഡിവൈഡ് ചെയ്യണം. അതായത് അപ്പോൾ അത് ഇനി എന്താണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ പി എക്സും പി വൈയും ഗുണനഫലം എന്താണ്, ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. മനസ്സിലായല്ലോ? ഒരു ഞാണിനെ, ഒരു ബിന്ദു രണ്ട് ഭാഗങ്ങളാക്കി ഭാഗിക്കുമ്പോൾ ആ ഭാഗങ്ങളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താ, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള അകലവും പിന്നെ വൃത്തത്തിൻ്റെ ആരവും, അതിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ്. മനസ്സിലായോ? ആരത്തിൻ്റെ സ്ക്വയർ മൈനസ് ആ വൃത്തകേന്ദ്രത്തിൽ നിന്ന് പിയിലേക്കുള്ള അകലം ഡിയുടെയും സ്ക്വയർ തമ്മിലുള്ള വ്യത്യാസം, അതാണ് പി എക്സ് ഇൻറ്റു പി വൈ. കിട്ടിയോ? ഇതാണ് ഒരു കോൺസെപ്റ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യം വരും. അപ്പോൾ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. പി എന്ന് പറയുന്നത് എക്സ് വൈയിലെ ഒരു വൃത്തത്തിനുള്ളിലുള്ള ഒരു ബിന്ദു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഈ പി എന്ന ബിന്ദു നേരത്തെ വൃത്തത്തിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇത് പുറത്താണ് ഈ ബിന്ദു. ഈ ബിന്ദു എക്സ് വൈ തന്നെയാണ് ഇവിടെയും എന്ത്, ഞാണ് എക്സ് വൈ തന്നെ, ബിന്ദു പുറത്താണെന്നുള്ളൂ. പിന്നെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ട് നമുക്ക് മനസ്സിലാവും, എക്സ് വൈ എന്ന് പറയുന്നത് ഒരു വ്യാസമാണ് അല്ലേ? കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ലൈനാണ് എക്സ് വൈ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വ്യാസമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് എല്ലാം പഴയ പോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള അകലാണ് നമ്മൾ നേരത്തെ എന്തെടുത്ത ഡി എടുത്തത്. പിന്നെ റേഡിയസ് ആരമാണ് ആർ എടുത്തത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ബിന്ദു മാത്രം അവിടെ പോയിരിക്കുകയാണ്, പുറത്തിരിക്കുകയാണെന്നുള്ളൂ. അപ്പോൾ പി എക്സും, എക്സ് ഏതാ, ഈ ഭാഗം, ഈ ഒരു പോയിൻ്റ്, പി വൈ എന്ന് പറയുന്നത് ഈ ഫുൾ ലെങ്ത്ത്. മനസ്സിലായല്ലോ? ഈ ഫുൾ ലെങ്ത്ത് ഇൻറ്റു ഈ ഒരു പോർഷൻ. കിട്ടിയില്ലേ? നേരത്തെ നമ്മളെങ്ങനെയാണ് പഠിച്ചത്? ഇങ്ങനെയായിരുന്നു. ഇത് പി ഇൻറ്റു എക്സും പി ഇൻറ്റു വൈയും ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് എടുക്കണത് ഇത് ഭാഗമായിട്ടല്ല. ഈ പി വൈ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈ മൊത്തം ലൈൻ ഉണ്ട്, പിന്നെ ഇൻറ്റു പി എക്സ്, അത് എന്ന് പറയുന്നത് എന്താണ്, മറ്റേത് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണെങ്കിൽ ഇത് നേരെ തിരിച്ച് ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇത്രയും വരെ മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം. ഇവിടെ പി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ അകത്തുള്ള ബിന്ദു ഈ ഞാണിനെ, എക്സ് വൈ എന്ന ഞാണിനെ ഭാഗിക്കുന്നു പി എക്സും പി വൈയും ആയിട്ട്. ഇനി പിയിൽ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള അകലാണ് ഡി. പിന്നെ റേഡിയസ് ആറാണെങ്കിൽ പി എക്സ് ഇൻറ്റു പി വൈ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അടുത്തത് നോക്കിയേ, പി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. എക്സ് വൈ എന്ന ഞാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ഈ ഒരു ചിത്രത്തിൽ എന്താ വ്യാസമായിട്ട് ഇരിക്കണേ. ഇനി അത് ഞാനാണെന്ന് വിചാരിച്ചോ, വേറൊരു ബിന്ദു ഇവിടെ ഒരു ഞാനുണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയായാലും ഇത് തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് എന്താ,
പി എക്സ് എന്തോരുണ്ട് ഇവിടം വരെ, പി വൈ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത്ത് എന്ന് പറയണത് r² - d² അല്ല, d² എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എന്തായിരുന്നു, കേന്ദ്രത്തിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള ദൂരം, അത് തന്നെയാണ് ഇവിടെയും. കേന്ദ്രത്തിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള ദൂരമാണ് d എന്ന് പറയണത്. പിന്നെ കേന്ദ്രത്തിൽ ആരം, അതായത് റേഡിയസ്. അപ്പോൾ d² - r², പി പുറത്തിരിക്കുമ്പോൾ, r² - d² പി അകത്തിരിക്കുമ്പോൾ. ഇനി അപ്പോൾ അത്ര മനസ്സിലായല്ലോ. ഇനി ഈ d² - r² എന്ന് പറയുന്നത് എന്താ, പി എക്സ് ഇൻറ്റു പി വൈ ആണ്. ഇനി ഇതെന്താണ്, പി ടി എന്ന് പറയുന്നത് ഒരു ടാൻജൻ്റ്, ഒരു തൊടുവരയാണ് ഈ വൃത്തത്തിലെ. പിയിൽ നിന്നുള്ള ഒരു തൊടുവര, ഈ പി എന്ന ബിന്ദുവിൽ നിന്ന് ഈ വൃത്തത്തിലേക്കുള്ള ടാൻജൻ്റാണ് പി ടി എന്നുണ്ടെങ്കിൽ, ഈ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, d² - r² എന്ന് പറയുന്നത് എന്താണ്, ഈ ടാൻജൻറ്റിൻ്റെ സ്ക്വയറാണ്, ഈ തൊടുവരയുടെ നീളത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ d² - r², അഥവാ പി എക്സ് ഇൻറ്റു പി വൈ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി, പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു d² - r² ഈക്വൽ ടു പി ടി സ്ക്വയർ. ഇത്രയും പഠിച്ചു വയ്ക്കുക. എന്താ, വൃത്തത്തിന് പുറത്തൊരു ബിന്ദു, ആ ബിന്ദുവിൽ നിന്നൊരു തൊടുവര പോകുന്നുണ്ട്, അതാണ് പി ടി. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയണത് എന്താ, ഈ ബിന്ദു ഇവിടെ പി എക്സും പി വൈയും ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ എന്താ, d² - r² ആണ്. ഇത്ര മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താ, അടുത്തത് ഇത് നമ്മൾ എവിടെയാണ് വരച്ചത്, കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിൽ കൂടി പാസ് ചെയ്തത് ഒരു വ്യാസമായിട്ടാണ് വരച്ചത്. ഇത് നോക്കി, ഇത് വ്യാസമൊന്നുമല്ല, ഇതൊരു XY എന്ന് പറയുന്നത് എന്താ, ഒരു ഞാണാണ് അല്ലേ. അപ്പോൾ XY എന്നൊരു ഞാണ്, പി എന്നൊരു ബിന്ദു ഇവിടെ. അപ്പോൾ ഈ ഞാണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പി വൈ ഇൻറ്റു പി എക്സ് എന്ന് പറയുന്നത് പി ടി സ്ക്വയർ. മനസ്സിലായോ? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ നമ്മൾ ഡയമീറ്റർ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഇതൊരു ഞാണ്, ഒരു കോഡ്, XY ഒരു കോഡ്. ഇനി പി വൈ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത്ത്, പി എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരെയുള്ള ലെങ്ത്ത്, സമം പി ടി എന്ന് പറഞ്ഞാൽ തൊടുവരയുടെ നീളം, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ രണ്ടെണ്ണത്തിൻ്റെയും ഗുണനഫലം. ഇത്രയും വരെ മനസ്സിലായോ? ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റും കൂടി പഠിച്ചിരിക്കും. അടുത്ത കോൺസെപ്റ്റ് നോക്കിയേ, വൃത്തത്തിന് പുറത്തുള്ളൊരു ബിന്ദുവാണ് പി. ഈ ബിന്ദുവിൽ നിന്ന് രണ്ട് വരകൾ വൃത്തത്തിലേക്ക് പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു വര നോക്കിയേ, ഇത് വൃത്തത്തിലെ രണ്ട് ബിന്ദുവിൽ തൊടുന്നുണ്ട്, ഒന്ന് എയിലും ഒന്ന് ബിയിൽ കൂടിയാണ് ഈ വര പോണത്, പി എ ബി അല്ലേ. ഇനി അടുത്ത വര നോക്കിയേ, ഇത് വൃത്തത്തിലെ രണ്ട് ബിന്ദുവിൽ കൂടെ പോകണം, ഒന്ന് സിയും ഒന്ന് ഡി എന്ന ഈ ബിന്ദു. അങ്ങനെയാണെങ്കിൽ പി ബി എന്ന ഈ നീളം ഇൻറ്റു പി എ എന്ന ഇത്രയും ഭാഗം എന്തിനോട് ഈക്വൽ ആയിരിക്കും, പി ഡി എന്ന ഈ ഒരു ലെങ്ത്തും പി സി എന്ന ഈ ലെങ്ത്തിനോട് ഇൻറ്റു പി സി, അത് ഈക്വൽ ആയിരിക്കും. അതായത് പി ബി അല്ലെങ്കിൽ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇത്രയും കിട്ടിയില്ല. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 222, 222 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നു. വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? എന്താ കണ്ടുപിടിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതെന്താ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയണത്? ഇത് നമ്മുടെ ഡി ആണല്ലേ, ഇത് ഡി ആയിട്ട് വരും. ഇതെന്താണ്? ഇത് എക്സ്, ഇത് പി, ഇത് വൈ. അങ്ങനെയാണെങ്കിൽ ഇത് പി എക്സ് എത്രയാ? 3 സെൻറ്റിമീറ്റർ. പി വൈ എത്രയാ? 1 സെൻറ്റിമീറ്റർ. ഡി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 6 നമുക്ക് അറിഞ്ഞൂടാ. നമുക്കറിയണ കുറച്ച് കാര്യങ്ങൾ എഴുതാലോ. ഇപ്പോൾ ഇവിടെ പി എക്സ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, പി വൈ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഇനി ഡി ഈക്വൽ ടു എന്താ? 2 സെൻറ്റിമീറ്റർ. എന്നാൽ 6 എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിയണ കാര്യം പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു r² മൈനസ് d². ഇതിൽ നമുക്ക് 6 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എല്ലാത്തിനും അളവുകൾ കൊടുക്കാം. പി എക്സ് എത്രയാ? 3 ഇൻറ്റു പി വൈ എത്രയാ? 1 സമം
ആർ അറിയില്ല, ആറിന് ആർ സ്ക്വയർ തന്നെ ഇടാം. മൈനസ് ഡി സ്ക്വയർ, ഡി എത്രയാ 2, അപ്പോൾ 2 സ്ക്വയർ എന്താ 4. ഇനി 3 × 1 എന്താ 3 സമം ആർ സ്ക്വയർ മൈനസ് 4. ഇനി ഈ -4നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതെന്താവും +4 ആവും അല്ലേ. അപ്പോൾ ഇവിടെ 3 ഇവിടെ ഉണ്ട്, +4 സമം എന്ത് ആർ സ്ക്വയർ, അതായത് 7 സമം ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആർ എന്താ, ആറെന്ന് പറയുന്നത് √7 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ റേഡിയസ് കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതെപ്പോഴും അറിഞ്ഞിരിക്കണം, പി എന്ന് പറയണത് വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ് പി, തെറ്റിക്കരുത്. പിന്നെ ഈ ഒരു ലെങ്ത്ത് ഡി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പി വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, പുറത്താണെങ്കിൽ എന്താവും ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര ഒരു ഞാണുമായി കൂട്ടിമുട്ടുന്നു. ഞാണിൻ്റെ 2 ഭാഗങ്ങളുടെയും നീളം കണക്കാക്കുക. അപ്പോൾ ഇവിടെ 2 ഭാഗങ്ങളും തന്നിരുന്നു. ഇവിടെ നമുക്ക് പി എക്സും പി വൈയും എത്രയാണെന്ന് അറിയില്ല. എക്സ് വൈ ഞാണ് എക്സ് വൈയുടെ നീളം മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഈ തന്നിരിക്കുന്നത് എന്താ, ഡി തന്നിട്ടുണ്ട് അല്ലേ. കേന്ദ്രത്തിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള ദൂരം എത്രയാ 2 സെൻറ്റിമീറ്റർ. പിന്നെ ഇതെന്താ ഈ തന്നിരിക്കണത്, ഇത് ആരല്ലേ, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലൊരു ബിന്ദുവിലേക്ക് അതെത്രയാ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 നമുക്കറിയാം, ഡിയും അറിയാം, പക്ഷേ പി എക്സും പി വൈയും അറിയില്ല. പക്ഷേ എക്സ് വൈ മൊത്തത്തിൽ അറിയാം, അഥവാ പി എക്സ് പ്ലസ് പി വൈ എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിരിക്കണത് എഴുതാം. നമുക്കിവിടെ തന്നിരിക്കണത് എന്തൊക്കെയാണ്, പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം. പി എക്സ് പ്ലസ് പി വൈ അഥവാ എന്താ എക്സ് വൈയുടെ നീളം അതാണ് തന്നിരിക്കുന്നത്. മൊത്തം എത്രയുണ്ട് 4.5 സെൻറ്റിമീറ്റർ. അടുത്തത് തന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള ദൂരം ഡി എത്രയാ 2 സെൻറ്റിമീറ്റർ. പിന്നെ റേഡിയസ് എത്രയാ 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അറിയണ ഒരു കാര്യമുണ്ട്, പി എക്സ് ഇൻറ്റു പി വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇവിടെ നമ്മൾ പി എക്സിൻ്റെ അളവ് എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. അതായത് പി എക്സ് എന്ന് പറയുന്നത് എക്സും പി വൈ എന്ന് പറയുന്നത് എന്താ വൈയും ആയിട്ട് എടുക്കുക. അതായത് അപ്പോൾ ഇതെങ്ങനെയാവും, പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ സമം ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്താ 3 സ്ക്വയർ 9 മൈനസ് ഡി സ്ക്വയർ എന്താ 2 സ്ക്വയർ 4. 9 മൈനസ് 4 സമം 5. അപ്പോൾ എക്സ് വൈ സമം 5 കിട്ടി. അപ്പോൾ എക്സ് വൈ സമം 5 കിട്ടി. പിന്നെ ഇവിടെ നമുക്കറിയാം പി എക്സ് പ്ലസ് പി വൈ സമം 4.5. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ സമം 4.5. അപ്പോൾ നമ്മൾ പോളിനോമിയൽ ബഹുപദത്തിൽ പഠിച്ചു. എന്താണ്, 2 നമ്പറുകളുണ്ട്, അതിൻ്റെ തുക ഇതും ഗുണനഫലം ഇതുവാണെങ്കിൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ ഒന്ന് നോക്കിയേ, എക്സ് പ്ലസ് വൈ നമുക്ക് എത്ര കിട്ടണം, 4.5 കിട്ടണം. അതായത് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 4.5ഉം ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം, 5ഉം കിട്ടണം. അപ്പോൾ എന്തായിരിക്കും എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ആൻസർ കിട്ടി. അപ്പോൾ എക്സ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, 2ഉം 2.5 കൊടുത്തു കഴിഞ്ഞാൽ 2.5 ഇൻറ്റു 2 5 സെൻറ്റിമീറ്ററും കിട്ടും. 2 + 2.5 4.5 അപ്പോൾ എക്സ് എന്ന് പറയണത് എന്തെടുക്കുക 2, വൈ എന്ന് പറയണത് 2.5 എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറയുന്നത് എന്തായി 5ആയി. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താ 4.5. അപ്പോൾ പി എക്സ് എന്ന് പറയണത് എന്തെടുത്തു 2 സെൻറ്റിമീറ്ററും പി വൈ എന്ന് പറയണത് 2.5 സെൻറ്റിമീറ്ററും. ആൻസറായില്ലേ. ഇനി ഇത് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്ന് വെച്ചോ, ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റണില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ വേറൊരു സമവാക്യം വെച്ചിട്ട് ചെയ്യാൻ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇവിടെ എക്സ് പ്ലസ് വൈക്ക് പകരം എന്തെടുക്കാം 4.5 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈക്ക് പകരം ഇവിടെ എന്തുണ്ട് 5. അപ്പോൾ 4.5 ഹോൾ സ്ക്വയർ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 45 സ്ക്വയർ. അപ്പോൾ 4.5 സ്ക്വയർ എന്താ, 2 ഇത് നീക്കിയിട്ട് പോയിൻ്റ് ഇടാം, -20. അപ്പോൾ 20.25 - 20 എന്താ, 0.25 അല്ലേ, 0.25. അപ്പോൾ 0.25 x - y ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ x - y എന്തായിരിക്കും? x - y ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0.25. അങ്ങനെയാണെങ്കിൽ x - y എന്താ, 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്, വർഗ്ഗമൂലം 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ 0.25ൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് 0.5 അല്ലേ. 0.5 × 0.5 എന്താ, 0.25. അപ്പോൾ x - y 0.5 കിട്ടി. x + y നമുക്ക് എന്താണെന്നറിയാം, 4.5 ആണെന്നറിയാം. അപ്പോൾ ഈ 2 സമവാക്യങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, x ഉം 2x -y + y എന്തായി, 0 സമം 4.5 + 0.5 എത്രയാ, 5 അല്ലേ. 4.5 + 0.5, 5 5 10 ബാക്കി 1, 5.0. 5.0 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ x എത്ര കിട്ടി, 5/2. 2 ഇങ്ങോട്ട് വന്നപ്പോൾ 5/2 എത്രയാ, 2.5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ y എത്രയായിരിക്കും, x + y 4.5 ആണെന്നറിയാം, x 2.5 കിട്ടി. അപ്പോൾ 2.5 + y ആണ് 4.5. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 4.5 - 2.5 സമം എന്താ, ഇതിന് 2.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 2. നമുക്ക് അളവുകൾ കിട്ടിയല്ലോ, 2.5 ഉം 2 സെൻറ്റിമീറ്റർ. ഇങ്ങനെയും കണ്ടുപിടിക്കാം.